ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഫേസ്ബുക്ക് ബോണസ്. നമുക്ക് എങ്ങനെ ആർക്കും ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ അല്ലാത്തവർക്കും ഫേസ്ബുക്ക് ആപ്പ് പൊതുവെ നോർമലായിട്ട് ഉപയോഗിക്കുന്നവർക്കെല്ലാം ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ ഫേസ്ബുക്ക് പെർഫോമൻസ് ബോണസ് എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വരുന്നത്. അപ്പോൾ അത് ഫേസ്ബുക്ക് എല്ലാ ക്രിയേറ്റേഴ്സിനും ഫേസ്ബുക്ക് ബോണസ് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ ഒരു 6 month എബോവ് ആയിട്ട് ഒരുവിധം എല്ലാവരും ഫേസ്ബുക്ക് ബോണസ് വാങ്ങിക്കുന്നുണ്ട്. എന്താണ് ഫേസ്ബുക്ക് ബോണസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ പ്രൊഫൈൽ, അതിൽ നിങ്ങൾ ആദ്യമേ പറയാനുള്ളത് നിങ്ങളെ അക്കൗണ്ട്, ഇതൊരു അക്കൗണ്ടാണ് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജായാലും പ്രശ്നമില്ല, അത് പ്രൊഫൈലായാലും നോ പ്രോബ്ലം. അത് തുറന്നതിന് ശേഷം നിങ്ങളുടെ ഈ പ്രൊഫൈലിൻ്റെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലെ ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ പണം ഉണ്ടാക്കാം എന്നുള്ള ഓപ്ഷൻസ് കാണിക്കും. സ്റ്റാർ, ആഡ്സ് ഓൺ റീൽസ്, ബോണസ്, ലൈവ് ആഡ്സ്, ഇൻസ്ട്രീം ആഡ്സ്, സബ്സ്ക്രിപ്ഷൻസ്. അതിൽ ഫേസ്ബുക്കിന് പ്രത്യേകമായിട്ടൊരു ക്രൈറ്റീരിയ ഇല്ലാത്തൊരു മോണിറ്റൈസേഷൻ ടൂളാണ് ബോണസ്, ആഡ്സ് ഓൺ റീൽസ്. ഇത് രണ്ടിനും അതിൻ്റെ അടിയിൽ കാണാൻ കഴിയുമെങ്കിൽ ഇൻവൈറ്റ് ഓൺലി എന്നുള്ളത്. അതിന് ക്രൈറ്റീരിയ ഇല്ല. അതായത് നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഇത്ര ഫോളോവർ അല്ലെങ്കിൽ ഇത്ര വാച്ച് അവർ അങ്ങനെയൊന്നുമില്ല. ആഡ്സ് ഓൺ റീൽസ്, ബോണസ്, നിങ്ങൾ കണ്ടൻറ്റ് നോർമലായിട്ട് ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ ആയിക്കോട്ടെ, ജസ്റ്റ് എഴുതിയിട്ട് വിടുന്ന അങ്ങനത്തെ ഒരു വേർഡ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ലൈവ് ആയിക്കോട്ടെ, അങ്ങനെ റെഗുലറായിട്ട് ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആഡ്സ് ഓൺ റീൽസ് അല്ലെങ്കിൽ ബോണസിൻ്റെ ഇൻവിറ്റേഷൻ ഫേസ്ബുക്ക് അയക്കും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ പണം ഉണ്ടാക്കാം. അപ്പോൾ അത് ചെയ്യാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ റീൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദിവസം ഇന്ന് മുതൽ ആരും റീൽസ് ഇടാത്ത ഒരാളാണെങ്കിൽ കൂടി, റീൽസ് എന്ന് പറഞ്ഞാൽ ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് മാക്സിമം 1 minute അതിനുള്ളിലുള്ള വീഡിയോക്കാണ് റീല്. ഈ റീല് നിങ്ങൾ ഇന്ന് മുതൽ ഒരു ദിവസം മിനിമം 3 to 5 റീൽസ്, 3 മുതൽ 5 റീൽസ് ഡെയിലി, 3 അല്ലെങ്കിൽ 5 റീലോ ഡെയിലി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ പ്രൊഫൈലിലോ നിങ്ങളുടെ പേജിലോ നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 days കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 days 20 days നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ്സ് ഓൺ റീൽസിൻ്റെ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ജസ്റ്റ് കാണാൻ കഴിയും. ആഡ്സ് ഓൺ റീൽസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ പേജാണെന്നുണ്ടെങ്കിൽ പേജിന് 30 ദിവസം അറ്റ്ലീസ്റ്റ് ഒരു മാസത്തെ ഓൾഡ് ആയിരിക്കണം. പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെല്ലാവർക്കും പ്രൊഫൈൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരും യൂസ് ചെയ്യുന്നില്ല. അതിലിങ്ങനെ ഞാൻ ഈ പറഞ്ഞ അതേ മെത്തേഡ് വഴി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ കഴിയും. അതിൽ ഐ ആം ഇൻട്രസ്റ്റ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഐ ആം ഇൻട്രസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് സബ്മിറ്റ് ഇൻട്രസ്റ്റ് കണ്ടു വിടുക. ഇൻട്രസ്റ്റ് സബ്മിറ്റഡ് കാണാൻ കഴിയും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ബോണസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഫേസ്ബുക്ക് പെർഫോമൻസ് ബോണസ് ക്രൈറ്റീരിയ എഴുതിയിട്ടുണ്ട്. ഇൻവിറ്റേഷൻ ഓൺലി. ബോണസ് പ്രോഗ്രാംസ് ആർ കറൻ്റ്ലി ഓൺലി അവൈലബിൾ ബൈ ഇൻവിറ്റേഷൻ. യു വിൽ ബി നോട്ടിഫൈഡ് ഇഫ് ദിസ് ചേഞ്ചസ്. അതിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ദിവസം ഒരാൾ ഒരു 3-4 ഫോട്ടോസ്, നിങ്ങളുടെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ക്യാമറയിലെടുത്ത ഫോട്ടോസ് ആയിരിക്കണം. ഒരു ദിവസം ഒരു 5 ഫോട്ടോ വെച്ചിട്ട് ഒരു 20 days നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഓരോ ടൈമിൽ 2 മണിക്കൂർ 3 മണിക്കൂർ ഗ്യാപ്പിൽ ഓരോരോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ റീൽസ് ഇടാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ റീൽസും ഇതുപോലെ ചെയ്യുക. അപ്പോൾ റീൽസിനും കിട്ടും, ഈ പെർഫോമൻസ് ബോണസിൻ്റെ ടൂളും നിങ്ങൾക്ക് ഇൻവിറ്റേഷനായി കിട്ടും. ഇനി ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇതിൽ ഏണിങ് എന്നുള്ളത്, നിങ്ങൾ പെർഫോമൻസ് ബോണസ് നിങ്ങൾക്ക് ഓണായി കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോസിനിടുന്ന ലൈക്കിനും കമൻറ്റിനും ഷെയറിനും എല്ലാത്തിനും നിങ്ങൾക്ക്
എക്സ്ട്രാ ബോണസ് നിങ്ങളുടെ പേയ്മെൻറ്റ് ഏണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റീൽസ് ആണെന്നുണ്ടെങ്കിൽ റീൽസിനും സെപ്പറേറ്റ് കാണാൻ കഴിയും. ഇനി നിങ്ങളൊരു വീഡിയോ ഇടുകയെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് കിട്ടുന്ന ലൈക്ക്, ഷെയർ, കമൻസിനെല്ലാം അതിൻ്റെ എക്സ്ട്രാ ബോണസ് നിങ്ങൾക്ക് ബോണസ് എന്നുള്ള അതിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ അത് ഫേസ്ബുക്ക് കൊടുക്കുന്നത് മാക്സിമം $35,000 വരെ കൊടുക്കുന്നുണ്ട് മന്ത്ലി. ഈച്ച് മന്ത് അവർ കൊടുക്കുന്നുണ്ട്. അത് അത്രയൊന്നും കഴിയില്ലെങ്കിലും ഇപ്പം നോർമലായിട്ട് ഒരുവിധ എല്ലാ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനും അവരത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിനിമം $100, $200, $1,000, 2,000, 3,000 ആ ലെവലിൽ ഒരുവിധ എല്ലാ കണ്ടൻറ്റേഴ്സിനും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വെറും ഫോട്ടോ ഇട്ടിട്ട് മാത്രം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഫോട്ടോ ഇടുക, നിങ്ങൾ ഫോട്ടോ എങ്ങനെയെങ്കിലും വൈറലാക്കുക, എങ്ങനെയെങ്കിലും ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം 4-5 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ലൈക്കും ഷെയറും കമൻറ്റും ഓട്ടോമാറ്റിക്കായി വരും. നിങ്ങളുടെ ഫോട്ടോസ് വൈറലാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യുക. ആഡ്സ് ഓൺ റീൽസ്, ബോണസ്, ഇൻവിറ്റേഷൻ മാത്രമാണ്. മറ്റുള്ളതിനൊക്കെ ക്രൈറ്റീരിയസ് ഉണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ബോണസിൻ്റെ കാര്യം, ആഡ്സ് ഓൺ റീൽസിൻ്റെ കാര്യമാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഏൺ ചെയ്യുക. ഇനിയിപ്പോൾ പ്രൊഫഷണൽ ഇതിലാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എല്ലാവരും ഓണാക്കി വെച്ചിരിക്കുക. അത് ഓരോ പേജിൻ്റെ ഓരോ അക്കൗണ്ട്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അക്കൗണ്ട്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട്സിൻ്റെ ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട്സിൻ്റെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണാൻ കഴിയും ഓരോന്ന്. അടിയിൽ നിന്ന് 4ാമത്തെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡാണ്. ഞാൻ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. അത് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്ന് കാണാൻ കഴിയും. ആദ്യം അതാണ് ചെയ്യേണ്ടത്. ആദ്യം പോയിട്ട് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് ടേൺ ഓൺ ആക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നൊരു ഓപ്ഷൻ നമ്മളെ ഇതിൻ്റെ ഈ പ്രൊഫൈലിൻ്റെ അടിയിൽ കാണാൻ കഴിയുള്ളൂ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മോണിറ്റൈസേഷനും അതും കാണാൻ കഴിയുള്ളൂ. അതെല്ലാം കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേ ഔട്ട് എന്നുള്ള ഓപ്ഷനൊക്കെ നമുക്കതിൽ ഓണായി കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പെർഫോമൻസ് ബോണസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഫോട്ടോസ് ആഡ് ചെയ്യുക. ഒരു ദിവസം 5 ഫോട്ടോസ് മിനിമം ആഡ് ചെയ്യുക. 20 ഡേയ്സ് നിങ്ങൾ ഫോട്ടോ ഇടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടും. അതിന് പുറമെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മോണിറ്റേഷൻ പോയി അതിൻ്റെ അടിയിൽ ബോണസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് ഇൻട്രസ്റ്റ് എന്നുള്ള ഭാഗത്ത് സബ്മിറ്റ് ചെയ്തിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.